എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ കുഞ്ഞിന് ഫൈനൽ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഒരു കൃഷ് ഗാർഡൻ എന്ന് പറഞ്ഞ ഒരു ഫാം ഒരു റിസോർട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചെല്ലുകയും ഇവിടെ ആണെങ്കിൽ ഇതുപോലെ കോഴിയും ഗൂസല്ലേ ഇത് ഗൂസും മീനുകളും അങ്ങനെ നല്ലൊരു ഫാം റിസോർട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ താമസിച്ച റൂം ഇതാണ്. ഞങ്ങൾ എങ്ങോട്ടാണ് പോയതെന്ന് പറഞ്ഞില്ലല്ലോ, ചിദംബരം ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ ഒരു 10 വർഷത്തെ ഒരു കാത്തിരിപ്പിൻ്റെ ഫലമാണ് ഈ ചിദംബരം ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇത് വളരെ റാൻഡമായിട്ട് ഞങ്ങൾ വെള്ളിയാഴ്ച വൈകിട്ട് പ്ലാൻ ചെയ്ത് ശനിയാഴ്ച രാവിലെ ഇറങ്ങി ഒരു ട്രിപ്പാണ്. എങ്ങനെയാണെന്നറിയില്ല, എങ്ങനെയൊക്കെയോ ഇതിനു മുന്നേ എത്രയോ തവണ പ്ലാൻ ചെയ്തിട്ടൊന്നും നടക്കാതിരുന്നു. ഇത് ഇത്ര പെട്ടെന്ന് തീരുമാനിച്ചു പോയി. വളരെ നല്ലൊരു ട്രിപ്പാണ്. ഞങ്ങൾ താമസിച്ച സ്ഥലമാണ്, ഇതായിരുന്നു ഞങ്ങളുടെ റൂം കേട്ടോ. അപ്പം താമസിച്ച സ്ഥലമാണെങ്കിലും പിന്നെ ഞങ്ങളുടെ ട്രിപ്പ് ആണെങ്കിലും ഓവറോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫൈങ് ആയിരുന്നു. പിന്നെ ഒത്തിരി കാലമായി 10 വർഷത്തെ ആഗ്രഹമാണ് ചിദംബരത്തിലെ ശിവനെ കാണണമെന്ന്. അപ്പം അതും സാധിച്ചു. പിന്നെ ഈ വീഡിയോയുടെ ചില സ്ഥലത്തൊക്കെ ഞാൻ ഇതിനകത്തെ വോയിസ് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഞാനിത് എടുത്തു വെച്ചിരിക്കുന്നത് തന്നെ ഈ കിളികളുടെയും ഈ ജന്തുക്കളുടെയൊക്കെ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ചിലർക്കൊക്കെ അത് ഭയങ്കര ഇതായിട്ട് തോന്നുമായിരിക്കും, ഓടായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഞാനാണെങ്കിൽ ഇതുപോലെ പ്രകൃതി സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേനും വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടോ അല്ലെങ്കിൽ ജന്തുക്കളുടെ സൗണ്ടോ ഒക്കെ ഇങ്ങനെ ഫോണിൽ എടുത്ത് വെക്കും, എനിക്ക് പിന്നെ കേൾക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഈ ഫ്ലാറ്റിൽ ജീവിക്കുന്നത് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളൊരു ലൈഫാണ് കേട്ടോ. അത് എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും നാട്ടിൻപുറത്ത് ജീവിക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെക്കുന്നതാണ്. അപ്പം അവിടെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെയുള്ളൊരു റൂമിൻ്റെ ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പം ഇവിടെ കണ്ട ഉടനെ തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഒട്ടും പ്രിപ്പയർ ചെയ്യാത്ത 2 അൺപ്രൊഫഷണൽ ഡാൻസേഴ്സ് ജസ്റ്റ് ഒരു ചിദംബരം ദൈവത്തിൻ്റെ ഒരു പാട്ട് യൂട്യൂബിലെടുത്ത് കേട്ട പാട്ട്, നിത്യശ്രീ മഹാദേവൻ്റെ ഒരു പാട്ടങ്ങ് എടുത്തു വളരെ റാൻഡമായിട്ട് പെർഫോം ചെയ്തു. അതായത് ചിദംബര ദൈവത്തിനെ കാണാതെ എത്ര ഫാമിലി ഉണ്ടാക്കിയാലും എത്ര പണം ഉണ്ടാക്കിയാലും എന്ത് ചെയ്തിട്ടും ഉലകം ചുറ്റിയിട്ട് കാര്യമില്ല എന്നാണ് ഇതിൽ പറയുന്നത് കേട്ടോ. അതാണ് ഞങ്ങൾ പറയാൻ ശ്രമിച്ചത്. എത്രത്തോളം ഇത് ഞാൻ റീലായിട്ട് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കിട്ടിയെന്നറിയത്തില്ല. എന്തായാലും ഞങ്ങളുടെ ഒരു ആഗ്രഹം പോലെ ഞങ്ങളത് ചെയ്തതാണ്. അപ്പം നല്ല ലൈറ്റിങ് കാണുന്ന സ്ഥലത്തൊക്കെ വെച്ച് ഇങ്ങനെ ഫോട്ടോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ വീണ്ടും അവിടെയുള്ള ടർക്കികളും ഒക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ നടപ്പായിരുന്നു. ഒരു കറുത്ത കോഴി, കാട്ടുകോഴിയാണെന്ന് തോന്നുന്നല്ലേ. ഇവരെയൊക്കെ ഇവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ അന്ന് രാവിലെ ചെന്നിട്ട് ഈവനിങ് ഞങ്ങൾ ചിദംബരം അമ്പലത്തിലോട്ട് പോയി. ഒരിക്കലും മറക്കാനാകാത്ത ഒരു ചിദംബര ദർശനം തന്നെയായിരുന്നു. നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ എത്തണം എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ എല്ലാ അമ്പലങ്ങളെക്കുറിച്ചും ഇങ്ങനെ പറയാറില്ല. ഞാൻ ഒത്തിരി അമ്പലങ്ങളിൽ തമിഴ്നാട്ടിൽ വന്നേ പിന്നെ പോകുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ദിസ് ടെമ്പിൾ ഈസ് എ മസ്റ്റ് വിസിറ്റ്. അത് നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിയുമ്പോൾ മാത്രം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് കേട്ടോ. ഓൾറെഡി വന്നിട്ടുള്ളവരോട് എനിക്കൊന്നും പറയാനില്ല. അപ്പം ഞങ്ങൾ അവിടെ നിന്നൊരു ബൈക്ക് റെൻ്റ് എടുത്തു. പിറ്റേ ദിവസം നമുക്കിവിടെ ഒരു മാംഗ്രൂവ് ഫോറസ്റ്റ് ഉണ്ട് നിയർ ബൈ അതിൻ്റെ പേര് പിച്ചാവരം മാംഗ്രൂവ് ഫോറസ്റ്റിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ബൈക്ക് റെൻ്റ് എടുത്തതാണ് കേട്ടോ. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ബൈക്കും കൂടെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തിരികെ താമസിക്കുന്ന സ്ഥലത്ത് വന്ന സമയത്ത് ഞങ്ങൾ ബൈക്കും കൂടെ എടുത്തു. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഈ ഒരു റൂമിൻ്റെ മുകളിൽ തട്ടുംപുറം പോലെ ഒരു സ്ഥലമുണ്ട്, അവിടുന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഈ ഒരു വ്യൂയോട് ഇങ്ങനെ കണ്ടിട്ടാണ് കേട്ടോ എണീക്കുന്നത്. രാവിലെ തന്നെ അവിടെയൊക്കെ ഇങ്ങനെ വീണ്ടും ഈ ജന്തുക്കളുടെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത്. ജന്തുക്കൾ എന്ന് പറയുന്നത് ഒഫെൻസീവാണോ? ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഈ മീനുകളുടെ കൂടെയും ഗൂസുകളുടെ കൂടെയും കോഴികളുടെ കൂടെയൊക്കെ അവരുടെ സൗണ്ടും കേട്ട് അവരുടെ ആ ഒരു ലോകത്തിൽ ഞാൻ അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഇതിങ്ങളുടെ കൂടെയൊക്കെ രാവിലെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഗൗതം അവിടെ ഉണ്ടായിരുന്ന കുറച്ച് കുട്ടികളുടെ കൂട്ടത്തിൽ ഇങ്ങനെ കളിക്കൊക്കെ ജോയിൻ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഇത് ഞാൻ ചേട്ടന് എനിക്കിടാൻ വേണ്ടി വീഡിയോ എടുത്തു തരാൻ കൊടുത്താണ്. അപ്പോൾ ചേട്ടൻ ഇതിൻ്റെ ഓടിൻ്റെയൊക്കെ വീഡിയോ എടുത്തത് ഞാനിപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽ പെട്ടത്. എനിവേസ്
അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീഡിയോസ് എല്ലാം ചേട്ടൻ എടുത്ത വീഡിയോസാണ് കേട്ടോ. ഞാൻ ഇവിടുത്തെ ഈ ഒരു പ്രോപ്പർട്ടിയൊക്കെ ഒന്ന് ഭംഗിക്ക് എടുക്കാവോ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ എടുത്തതാണ് കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഈ ഫ്ലാറ്റുകളും ബിൽഡിങ്ങൊക്കെ ഇങ്ങനെ കാണുന്നത് ഭയങ്കര ഒരു എക്സോസ്റ്റിംഗ് ആൻഡ് ഡ്രെയിനിങ് സംഭവമാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെയുള്ള പ്രകൃതി സന്ദർശനങ്ങളൊക്കെ നടത്തുമ്പോൾ എനിക്ക് ജനറലി ഫീൽ ചെയ്യുന്നത് ഞാൻ ചാർജ് ആവുന്നതായിട്ടാണ്. എനിക്ക് ഈ പ്രകൃതിയിൽ നിന്ന് എത്രയോ, ഞാനത് വെറുതെ കാവ്യാത്മകമായിട്ട് പറയുന്നൊന്നുമല്ല, എത്രയോ മാറി നിൽക്കുന്നു അത്രയും ഞാൻ ഭയങ്കര ഡ്രൈ അപ്പ് ആയി പോവാണ്. എൻ്റെ മൈൻഡ് എന്ന് പറയുന്നത് ആ ഡ്രൈനസ് വേറെ ഒന്നിനും എന്നെ മാറ്റാൻ പറ്റാത്തൊരു ഡ്രൈനസ്സാണ്. വീണ്ടും ഞാൻ ഈ പ്രകൃതിയിലോട്ടും ജീവജാലങ്ങളുടെ ഇടയിലും, ജന്തുക്കളെന്ന് പറയണ്ട, ജീവജാലങ്ങൾ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലേ, ഒക്കെ ഇൻവോൾവ് ആവുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് എന്താ പറയുക, എനിക്ക് എന്നെ തിരിച്ചു കിട്ടുന്ന, അല്ലെങ്കിൽ ആ ഒരു നല്ലൊരു എനർജിയിലോട്ട് ഞാൻ വരുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഈ ഫ്ലാറ്റും ബിൽഡിങ്ങൊക്കെ കാണുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ അടുത്ത ദിവസം രാവിലെ പിച്ചാവരത്തിലോട്ടുള്ള യാത്രയാണ് കേട്ടോ. നല്ല പൊട്ടുന്ന വെയിലാണ്. ഞാൻ അവിടുത്തെ കുറച്ച് വിറ്റമിൻ ഡി ഒക്കെ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ 3 പേര് നന്നായി ടാൻഡായി കേട്ടോ. പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു ആടുകളുടെ കളക്ഷൻ പല സ്ഥലങ്ങളിലും ഇങ്ങനെ കണ്ടു കേട്ടോ. അപ്പോൾ ആ മണ്ണൊക്കെയാണെന്ന് വെച്ചാൽ നടക്കാൻ പറ്റുന്നില്ല, വളരെ ഡ്രൈ അപ്പ് ആയിട്ടുള്ള മണ്ണാണ്. എന്നാലും നമ്മളെല്ലാം സഹിക്കും എന്തിനു വേണ്ടിയിട്ട്, റീലെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞു കേട്ടോ. അപ്പം അതിനിടയ്ക്കൂടെയൊക്കെ നടന്ന ഒരു റീലെടുത്തപ്പോൾ ഒരു മനസ്സുഖം. അപ്പം അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്കൊക്കെ നിർത്തി അവിടുത്തെ ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ചാണ് പോയത്. പണ്ട് ഞങ്ങൾ പാലക്കാട് ട്രിപ്പ് പോയപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, എനിക്കാണെങ്കിൽ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നിന്നിങ്ങനെ എൻജോയ് ചെയ്യണം കേട്ടോ. ആ ആട് ഓടിയ ഓട്ടം കണ്ടോ, ഞാനും പേടിച്ചാട്ടോ നടക്കുന്നത്. മെയിലായിട്ടുള്ള ആൾക്കാരും ഉണ്ട് ഇങ്ങനെ നല്ല കൊമ്പൊക്കെ ഉള്ളത്, കുത്തോന്ന് പേടിച്ചാണ് അതുപോലെ കേൾക്കുന്നത്. അതിൻ്റെ പുറകിൽ ഈ ഹേർഡിനെ മാനേജ് ചെയ്യുന്ന ഒരു ബോയ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ധൈര്യത്തിലൂടെയാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ ഇവിടെയൊക്കെ എത്ര നിന്നിട്ടും എനിക്ക് മതി വരുന്നില്ലായിരുന്നു. എന്തായാലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചില ട്രിപ്പുകൾ മനസ്സിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആ സൂക്ഷിച്ച് വെച്ചതിൽ ഒരു ട്രിപ്പ് തന്നെയാണ് ഈ ഒരു ചിദംബരം ട്രിപ്പ്. കുഞ്ഞിന് ലാസ്റ്റ് എക്സാം ആയിരുന്നു കേട്ടോ, മൺഡേ. അത് തമിഴ് എക്സാം ആയിരുന്നു. തമിഴ് പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയാത്തത് കൊണ്ട് ഞങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിരുന്നു. കുട്ടി തന്നെയാണ് തമിഴ് പഠിച്ചെടുക്കുന്നത്. ഞങ്ങൾ ട്രെയിനിൽ കണ്ട ഒരു കോളേജ് പ്രൊഫസർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അതായത് കുഞ്ഞ് കഴിഞ്ഞ വർഷം മറാത്തി പഠിച്ചു, ഈ വർഷം ചെന്നൈ വന്ന്, കഴിഞ്ഞ വർഷം പൂനെയിലായിരുന്നല്ലോ, ഈ വർഷം ചെന്നൈ വന്ന് തമിഴ് സാധാരണ കുട്ടികളിലൂടെ പഠിച്ചു പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇറ്റ് ഈസ് ഇമ്പോസിബിൾ എന്നൊക്കെയാണ് പറഞ്ഞത്. കാരണം ഞങ്ങളും പറഞ്ഞു കൊടുക്കുന്നില്ല, സ്കൂളിൽ ബാക്കി കുട്ടികളുടെ കൂട്ടത്തിലിരുന്ന് അവന് മനസ്സിലാക്കുന്നത് മാത്രമേ ഉള്ളൂ. പല സ്ഥലങ്ങൾ, മൈസൂർ, പൂനെ, ബാംഗ്ലൂർ, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഓടി നടക്കുന്ന ഒരു ജിപ്സികളെ പോലെയുള്ള ഞങ്ങൾക്കിടയിൽ നിന്ന് കുഞ്ഞും കുറച്ച് ഫ്ലെക്സിബിൾ ആൻഡ് അഡാപ്റ്റബിൾ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ പോയ സ്ഥലത്തൊന്നും ഭാഷ ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് കുറച്ച് കന്നഡ അറിയാം, പിന്നെ തമിഴ് നമുക്ക് ഓൾറെഡി കുറച്ച് മനസ്സിലാവുമല്ലോ, അത്രേ ഉള്ളൂ. മറാത്തി ഒന്നും പഠിക്കാൻ ഞാൻ മെനക്കെട്ടിട്ടേ ഇല്ല. അവിടെ കുറച്ച് ഹിന്ദി കൊണ്ടാണ് ഞാൻ പൂനെയിലായിരുന്നപ്പോൾ സർവൈവ് ചെയ്തിരുന്നത്. എന്തായാലും നമ്മളെപ്പോലെ അത്രയ്ക്ക് റിജിഡിറ്റി ഉള്ള ആൾക്കാരല്ലല്ലോ കുട്ടികൾ. പെട്ടെന്ന് അവർ ചെല്ലുന്ന സ്ഥലവുമായിട്ട് അഡാപ്റ്റ് ചെയ്യുകയും വളരെ ഷാർപ്പല്ലേ കുട്ടികൾ. എനിക്കെപ്പോഴും തോന്നും ഞാൻ എൻ്റെ മോനിൽ നിന്ന് ഒത്തിരി പഠിക്കാനുണ്ട്. എൻ്റെ ആ ഒരു നമ്മൾ പ്രായമാവും തോറും, മീൻസ് ഒത്തിരി പ്രായമായി എന്നല്ല, നമ്മളങ്ങനെ വയസ്സ് പോകുന്തോറും നമ്മൾ ഭയങ്കര റിജിഡ് ആവുകയാണ്. നമ്മൾ ഇങ്ങനെ മറ്റിടത്തുനിന്ന് അബ്സോർബ് ചെയ്യുന്നത് കുറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളിലേക്ക് ചുരുങ്ങുന്നതായിട്ടും എനിക്ക് തോന്നുന്നുണ്ട്. കുട്ടികൾ അങ്ങനെയല്ലല്ലോ. ഞങ്ങൾ എവിടെ പോകുമ്പോഴും ഞങ്ങളുടെ കുഞ്ഞിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം അവനാണ് സോഷ്യൽ കുറച്ചുകൂടി. ഞങ്ങളുടെയൊക്കെ ചെവിയിൽ ഹെഡ്സെറ്റ് കാണാം കേട്ടോ. ഞങ്ങളുടെയെന്ന് പറഞ്ഞാൽ എൻ്റെയും കുഞ്ഞിൻ്റെയും. കാരണം ആ സമയത്ത് എനിക്ക് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ക്ലാസ്സിൻ്റെ ഇടയിലാണ് ട്രിപ്പ്, രണ്ടും നടക്കുമല്ലോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന് പറഞ്ഞ സമയത്ത് പോലെ ട്രിപ്പാണെങ്കിൽ പോലും ഞാൻ എൻ്റെ ക്ലാസ്സൊന്നും മിസ് ചെയ്യുന്നില്ല കേട്ടോ. ഡെഡിക്കേറ്റ് ലേണറാണ്. അത് പിന്നെ പണ്ടേ അങ്ങനെയാണല്ലോ. പുസ്തകം വായന, പഠിത്തം, അതൊക്കെ വളരെ ഇഷ്ടമാണ്.
ഞാനപ്പോൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കേട്ടോണ്ടാണ് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തിനൊന്നും വോയിസും ഇല്ല കേട്ടോ, സൗണ്ട് ഇല്ല. ഞാൻ രണ്ടും എൻജോയ് ചെയ്തു. പക്ഷേ ക്ലാസ്സിൻ്റെ ആ ഒരു ഇത് കാരണം ഞാൻ ആ പൊട്ട വെയിൽ ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഭയങ്കര ചൂടുള്ള വെയിലായിരുന്നു, എൻ്റെ കാലൊക്കെ പൊള്ളുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടേക്കാണ് കേട്ടോ. ഈയിടെയാണെങ്കിൽ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു വീഡിയോ ഇങ്ങനെ സൂപ്പർ ഫാസ്റ്റായിട്ട് ഓടിച്ചു വിട്ടപ്പോഴത്തേന് ഇത്ര സ്പീഡിൽ ഇടരുതെന്ന്. പക്ഷേ ഇത് പതുക്കെ ഇട്ടാൽ നിങ്ങൾക്ക് ബോറടിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്പീഡ് കൂട്ടിയിട്ടത് കേട്ടോ. ഒരു പോയിന്റിലെത്തിയപ്പോഴത്തേനും ഞങ്ങളുടെ ബോട്ട് സ്റ്റക്കായി, പിന്നെ ഞങ്ങൾ തിരിച്ചു വിട്ടു കേട്ടോ. ബോട്ട് സ്റ്റക്കായില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ കുറച്ചും കൂടി പോയേനെ. പക്ഷേ എനിക്കതപ്പം ഭയങ്കര സമാധാനമായിട്ട് ആണ് തോന്നിയത്. കാരണം എനിക്ക് വെയിൽ കൊണ്ട് ആക്ച്വലി മതിയായിട്ടുണ്ടായിരുന്നു. കാലും ദേഹമൊക്കെ പൊള്ളുന്ന വെയിലായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഓരോ ഇടവഴി കൂടെ നമുക്ക് കിലോമീറ്ററുകൾ സഞ്ചരിക്കാനുള്ള സ്കോപ്പുണ്ട് കേട്ടോ. പിന്നെ ഇവർ പറയുന്നത് ഉച്ചയാകുമ്പോഴത്തേനും ഈ മാംഗ്രൂവ് ഒക്കെ ഇവാപ്രേറ്റ് ചെയ്ത് കുറേ വെള്ളം ഈ വാട്ടർ ബോഡിയിൽ കുറയും കേട്ടോ പറഞ്ഞത്. കാട്ടിലോട്ടൊക്കെ പോകുമ്പോൾ കുറച്ച് കൂളിംഗ് ഇഫക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ബോട്ട് ഷെയർ ചെയ്യുന്ന ആൾക്കാർ ഞങ്ങൾക്ക് ഫോട്ടോസൊക്കെ എടുത്തു. ഇത് ഞങ്ങൾ വഴിയിൽ വന്നപ്പോൾ കണ്ടൊരു അടിപൊളി ചെടിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളെല്ലാവരും ചിദംബരത്തേക്ക് വേഗം ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തോളൂ കേട്ടോ.